ജിസേലിനെ ന്യായീകരിച്ച് മെഴുകാൻ വരുന്ന ഒരാളും ഈ വീഡിയോ കാണണ്ട. കാരണം എന്ന് വെച്ചാൽ ജിസേൽ എന്താണെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അനുമോളോടുള്ള ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ അനുമോൾ അവിടെ ചെയ്യുന്നതെല്ലാം ശരിയാണോ എന്ന് പറഞ്ഞിട്ടല്ല. ജിസേലിനെ പറയുമ്പോൾ ജിസേലിന്റെ കാര്യം മാത്രം പറയുക, അനുമോളെ പറയുമ്പോൾ അനുമോളുടെ കാര്യം മാത്രം പറയാം. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ജിസേലിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇന്ന് കോഫി പൗഡർ, നല്ല ചൂടോട് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് രാവിലെ എല്ലാവരും കൂടെ കിടന്ന് തപ്പുമ്പോൾ കോഫി പൗഡർ തീർന്നു എന്നുള്ളത് അപ്പാനി ഇന്നലെ എടുത്തു കാണിച്ച് ഉറക്ക വിളിച്ച് പറഞ്ഞതാണേ. പക്ഷെ ഇന്ന് കോഫി പൗഡർ അവിടെ ഇരിപ്പുണ്ട്. അതെവിടുന്ന് വന്നു? അങ്ങനെയാണ് പ്രശ്നം തുടങ്ങുന്നത്. അത് കറക്റ്റായിട്ട് അനുമോളും അപ്പാനിയും നൂറ, ആദില എല്ലാവരും എക്സ്പോസ് ചെയ്ത് പറയുന്നുണ്ട് അത് ജിസേലാണ്. അങ്ങനെ ജിസേലിന്റെ പേര് പറഞ്ഞാണ് ആ വഴക്ക് തുടങ്ങുന്നത്. ജിസേൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. പകരം അവരെല്ലാവരും കൂടി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിച്ചു കൊടുക്കുന്നത്. അത് സംസാരമായിരുന്നില്ല, അതൊരു വലിയ വഴക്കിലേക്കുള്ളൊരു തുടക്കമായിരുന്നു. അങ്ങനെ ജിസേലെ അവിടേക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷെ പെരും കള്ളി എന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു കള്ളത്തരം തന്നെ ജിസേലിന്റെ കയ്യിലുള്ളത്. കാരണം എന്താണെന്നുള്ളത് ഞാൻ പറയാം. പക്ഷെ ജിസേൽ അവിടെ വന്നിട്ട് വലിയ പാക്കറ്റ് ഉള്ളതുപോലെ ചെറിയ പാക്കറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഇട്ട് വെച്ചതാണ് എന്ന് അപ്പാനി കുറച്ച് ദിവസം, അതായത് ഇന്നലെ ഉച്ച തൊട്ടേ അപ്പാനി അത് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു കോഫി പൗഡർ തീർന്നു എന്ന്. ആ വിളിച്ചു പറഞ്ഞ സമയത്ത് ജിസേലിന് പറയായിരുന്നല്ലോ ആ കോഫി പൗഡർ തീർന്നിട്ടില്ല, ഇതാണ് കൊണ്ട് എന്ന്. അതായത് ജിസേല് ഈ പറഞ്ഞ പാക്കറ്റുകളെല്ലാം എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് റേഷൻ പോലെ, ബിഗ് ബോസേ റേഷൻ കൊടുക്കുന്ന, ബിഗ് ബോസിന്റെ റേഷൻ വാങ്ങിയിട്ട് പിന്നെ ജിസേൽ അത് റേഷൻ പോലെ അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി അത് ഒരു തരി പോലും, 1% പോലും സ്റ്റാൻഡേർഡ് കാണിക്കാതെ ജിസേൽ പിന്നെയും തർക്കിച്ചുകൊണ്ട് നിന്നു. കൂടെ നെവിൻ, ആര്യനേക്കാൾ കുഴപ്പമാണ് നെവിന്റെ കുറച്ച് ബോഡി പോസ്റ്റേഴ്സ് ഞാൻ ഇതിനകത്തൊന്ന് ആഡ് ചെയ്തേക്കാം. അതായത് ഈ വഴക്കിന്റെ ഇടയിൽ നെവിൻ ജിസേലിന്റെ മുടി പിടിക്കാൻ പോകുന്നു, തോളെ പിടിക്കാൻ പോകുന്നു, കയ്യെ പിടിക്കാൻ പോകുന്നു, ബാഗിൽ പിടിക്കുന്നു. നെവിനാണ് ശരിക്കും പറഞ്ഞ ആ ഒരു നമ്മുടെ അനുമോള് പറഞ്ഞ ആ ഒരു കറക്റ്റ് ഡയലോഗ് മൊണ്ണ. അതായത് ജിസേൽ ചെയ്തത് തെറ്റെന്ന് ആര്യൻ വരെ അവിടെ സംസാരിക്കുമ്പോൾ പോലും അത് നെവിൻ അത് അക്സെപ്റ്റ് ചെയ്ത് സംസാരിക്കുന്നേ ഇല്ല. അതെന്തിനാണ് ജിസേൽ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞിട്ടാണ് നെവിൻ സംസാരിക്കുന്നത്. പിന്നെ അപ്പാനി ശരത്, ശരിക്കും ഇന്നത്തെ ആ ഒരു അപ്പാനിയുടെ പെർഫോമൻസ് ഉണ്ടല്ലോ, അപ്പാനി ഞെട്ടിപ്പോയി ജിസേൽ ഇത്രയും കള്ളി എന്ന് എല്ലാവരും മുഖത്ത് നോക്കി വിളിക്കുന്നുണ്ട്. ഈവൻ മറ്റേ ആദില പറയുന്നുണ്ട് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് ബിഹേവ് ചെയ്യ്, നിന്റെ വീട്ടിൽ കാണിക്കുന്നത് ഇവിടെ കാണിക്കരുത്, വീട്ടിൽ നിനക്ക് ശരിക്കും കോഫി കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇവിടെ കിട്ടത്തില്ല എന്ന്. അത് അനുമോളും പറയുന്നുണ്ട്, ആദില പറയുന്നുണ്ട്. ശരിക്കും ഒരു വല്ലാത്തൊരു എന്താണ് പറയുക, ജിസേലിനെ പിടിച്ച് വലിച്ച് കീറിയ ഒരു അവസ്ഥയായിരുന്നു എല്ലാവരും കൂടി. ആ ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവരും ഇതിന് സാക്ഷികളാണ്. പക്ഷേ ഇത്രയും ബഹളം നടക്കുന്നതിൻ്റെ ഇടയിൽ മൂലക്കിരുന്ന് ആസ്വദിച്ച് കോഫി കുടിക്കുന്ന ഒരാളുണ്ടായിരുന്നു, രേണുസുതി. ഈ വഴക്കിൻ്റെ ഇടയിൽ നന്നായിട്ട് ആ ചൂട് കോഫി ഇങ്ങനെ ആസ്വദിച്ച് കുടിക്കുന്നുണ്ട്. കട്ടൻ ചായ ആണോ കോഫിയാണോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഒനീൽ, ഷാനവാസ് ഇവരൊക്കെ വന്നിട്ട് ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ജിസേലിനോട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഒനീലിന്റെ കാര്യം എനിക്കറിയില്ല. പക്ഷെ ഷാനവാസിന് നല്ലൊരു സൗഹൃദമുണ്ട് ജിസേലിന്റെ അടുത്ത്. ജിസേല് ആര്യൻ കാരണമാണ് ജിസേൽ ഇങ്ങനെയാവുന്നത് എന്നൊക്കെയാണ് ഷാനവാസ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷാനവാസ് അങ്ങ് ആകെ ഞെട്ടിത്തെരിച്ചാണ് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അനീഷ് ആദ്യത്തെ ഒരു ഹാഫോളം, അതായത് ഈ പ്രശ്നം നടക്കുമ്പോൾ പകുതിയോളം അനീഷ് ഒന്നും മിണ്ടുന്നില്ല, കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അടുത്തൊരു ഹാഫ് വന്നപ്പോഴത്തേക്കും ജിസേലിന്റെ വായിന്ന് കള്ളി വെളിച്ചത്തായപ്പോഴത്തേക്കും അനീഷ് ഇടപെട്ടു. അപ്പം ഈ ഒരു അനുമോള്, അപ്പാനി, ആദില, ബിന്നിക്കൊരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഇവിടെ കോഫി കുടിക്കാൻ ആഗ്രഹിച്ച് നിന്നൊരു സമയം ബിന്നിക്കുണ്ടായിരുന്നു. ആ സമയത്ത് ബിന്നി അത് പറഞ്ഞിരുന്നു, അതായത് കോഫി പൗഡർ തീർന്നു എന്ന് പറഞ്ഞപ്പോൾ ജിസേല് കോഫി പൗഡർ ഒളിപ്പിച്ചു വെച്ച കാര്യം പറയുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ കോഫി ഉണ്ട് എന്ന് പറയുന്നില്ല. അവിടെ 2 ഭരണികളിലാക്കി പബ്ലിക്കായിട്ട് വെച്ചിരുന്ന കോഫിയായിരുന്നു. അത് അവിടെ വെക്കാതെ ഈ കോഫി പൗഡർ ജിസേൽ എവിടെയോ മാറ്റി വെച്ചു. ജിസേൽ വന്ന് ന്യായീകരിക്കുന്ന റീസൺ എന്ന് പറയുന്നത്, ഇത് തീർന്നെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ അത് എടുത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് വെച്ചു, അതിനകത്ത് ഞാൻ ഇട്ട് വെച്ചു. അപ്പൊ ആദില ഭയങ്കര ഇതായിട്ട് ആദില പറയുന്നുണ്ട്, നീ അങ്ങനെ ചെയ്തതല്ലല്ലോ, നിനക്കത് പറഞ്ഞുകൂടായിരുന്നു. അപ്പൊ സരിക മാന്യമായിട്ട് വളരെ ഭവ്യതയോടെ ജിസേലിനോട് ചോദിക്കുന്നുണ്ട്, അവിടെ അതില്ലെന്നുണ്ടെങ്കിൽ നിനക്കത് പറഞ്ഞുകൂടായിരുന്നോ? അത് എന്നോട് ആരും ചോദിച്ചില്ലല്ലോ, നിങ്ങൾക്കൊന്നും കണ്ണില്ലേ, നിങ്ങൾക്ക് പൊട്ടക്കണ്ണാണോ? അത് കുറച്ചുകൂടെ കോമൺ സെൻസ് യൂസ് ചെയ്യണം. ഇതൊക്കെയാണ് ജിസേലിന്റെ ഡയലോഗ്. ഈ കോമൺ സെൻസ് യൂസ് ചെയ്ത് കോഫി പൗഡർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അനുമോൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അനുമോള് കോമൺ സെൻസ് യൂസ് ചെയ്യാനോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും അപ്പാനി പച്ചയ്ക്ക് വാ കൊണ്ട് ജിസേലിനോട് പറയുന്നുണ്ട്, നീ ഇത്രയും കള്ളിയാണെന്ന് കരുതിയില്ല, നീ കള്ളിയാണ് എന്നുള്ള രീതിയിൽ അപ്പാനി പറയുന്നുണ്ട്. അപ്പൊ ജിസേല് പറയുന്നുണ്ട്,
ഇനി കിടന്ന് ന്യായീകരിക്കല ജിസേലാണ് നീ നൊണച്ചി എന്നൊക്കെയാണ് ആദില ജിസേലിനെ വിളിച്ചത്. അപ്പം നെവിൻ ഇതിന്റെ ഇടയ്ക്കൂടെ വീണ്ടും നമ്മുടെ ജിസേലിനെ പിടിച്ച് ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോ അനുമോള് നീ നിന്റെ ഉള്ള വില കൊണ്ട് കളയല്ലേ എന്നും പറഞ്ഞിട്ട് അനുമോള് നെവിന്റെ അടുത്ത്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നെവിൻ ആണെങ്കിൽ അനുമോളുടെ പിന്നാലെ പോയിട്ട് അനുമോളെ ഒന്ന് സോപ്പിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഏക്കില്ല. കാരണം എന്ന് വെച്ചാല് ഈ ചപ്പാത്തിക്കള്ളി എന്നുള്ള പ്രയോഗം അനുമോൾക്ക് നന്നായിട്ട് കൊണ്ടായിരുന്നു. അതും ഒരു കാരണവും ഇല്ലാതെയാണ് ചപ്പാത്തിക്കള്ളി എന്നുള്ളൊരു വാക്ക് അവിടെ വന്നത്. നെവിനാണ് ആ വീട്ടിൽ കള്ളൻ എന്ന് പറഞ്ഞ് നടന്നിട്ട് പിന്നെ അത് അനുമോളിലേക്ക് മാറ്റിയപ്പോഴത്തേക്കും അത് അനുമോളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. അപ്പൊ ആ ഒരു വാക്കിന്റെ പേരിൽ എന്തിനാ ഇത്ര കൂടുതൽ സംസാരിക്കാനെന്ന് ചോദിച്ചാൽ അനുമോൾ അത് കട്ടിട്ടില്ല. അനുമോൾ അങ്ങനെ ഒരു കള്ളത്തരം ചെയ്തിട്ടില്ല. അപ്പൊ കള്ളി എന്ന് കേൾക്കാൻ താല്പര്യമില്ല. പക്ഷെ ജിസേൽ കാണിക്കുന്ന കള്ളത്തരമോ, എന്ത് ചോദിച്ചാലും ജിസേൽ എപ്പോഴും കള്ളമേ പറയൂ. എന്നിട്ട് ഒരു ചിരിയുണ്ട് പുള്ളിക്കാരിക്ക്. അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം ഇത്രയും വഴക്ക് നടക്കുമ്പോൾ ജിസേൽ ഭയങ്കരമായിട്ട് പിന്നെ ഒന്ന് ചിരിച്ചോണ്ടൊരു കൊഞ്ചല് ചിരിയോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്കും അനുമോൾ പെട്ടെന്ന് ചിരിക്കുന്നോ ഇത്രയും ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ട്രിഗർ ആവുകയാണ്. അങ്ങനെ ജിസേൽ ചിരിച്ചിട്ട് പറഞ്ഞ ഡയലോഗ് എന്തോന്നറിയോ, ഇതുപോലെ 3 കോഫി കൂടെ വേറെ ഉണ്ട് എന്ന് ചിരിച്ചോണ്ട് പറയാണ്. അപ്പോഴേക്കും അനീഷിന് കൊണ്ട്. അപ്പൊ അനീഷിന് മനസ്സിലായി ജിസേൽ അവിടെ കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. അപ്പം ജിസേലെ നീ ചെയ്യുന്നത് ശരിയല്ല, ഇങ്ങനെ നീ കട്ടിട്ടുണ്ടെങ്കിൽ അത് നീ ഇവിടെ പറഞ്ഞേ പറ്റൂ. എവിടെ ഇരിക്കുന്നു ആ 3 കോഫി പൗഡർ, എവിടെ ഇരിക്കുന്നു എന്ന് അനീഷ് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ജിസേല് അപ്പാനിയുടെ മുഖത്ത് നോക്കി. അപ്പാനി ഭയങ്കര ഷോക്കിംഗ് ആണ് കേട്ടോ. അപ്പാനിയുടെ ആ ഒരു പോസ്റ്ററൊക്കെ ഒന്ന് കാണണമായിരുന്നു. അപ്പൊ അപ്പാനിക്ക് ഒരു എന്താ പറയാ, അനുമോളെ കള്ളിയാക്കി ആ ഒരു സംഭവത്തിന് ശേഷം ഇതിങ്ങനെ സംഭവിച്ചപ്പോ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അപ്പാനി അവിടെ നിൽക്കെ തന്നെ അപ്പാനിയുടെ മുഖത്ത് നോക്കി തന്നെ ജിസേൽ പറയാണ്, ആ 3 ആ കോഫി പഴം ഉണ്ടല്ലോ അത് പോയി ഫൈൻഡ് ചെയ്യാൻ, അതായത് കണ്ടുപിടിക്കാൻ, അത് നിങ്ങൾക്കുള്ള ടാസ്ക് ആണെന്ന് ജിസേൽ മുഖത്ത് നോക്കി പറഞ്ഞതാണ്. അപ്പാനി ഇതെല്ലാം കേട്ടിട്ട് അപ്പാനിക്ക് മിണ്ടാട്ടം മുട്ടിയിട്ട് അവസാനം അപ്പാനി കാണിച്ച ഒരു പോസ്റ്റർ ഉണ്ട്. അതായത് ജിസേൽ ഫ്രണ്ട് നിൽക്കുന്നത് അപ്പാനി ഇതാണ് അപ്പാനിയുടെ കാണിച്ച ആ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അപ്പാനിക്ക് ആദില എടുത്തെടുത്ത് പറയുന്നുണ്ട്, ജിസേല നിന്റെ സ്റ്റാൻഡേർഡ് നീ കളഞ്ഞു, നിനക്ക് ഇത്തിരിയെങ്കിലും സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്നൊക്കെയാണ് ആദില ചോദിക്കുന്നത്. ശരിക്കും ജിസേലിന്റെ ആ ഒരു പാൽ പുഞ്ചിരി ഉണ്ടല്ലോ, അത് അനീഷ് അതേ കണക്ക് പറയുന്നുണ്ട്. ഇത് ഇത്രയും കാണിച്ചു വെച്ചിട്ട് പാൽ പുഞ്ചിരി കാണിക്കല്ലേ ജിസേലെ എന്നിങ്ങനെ അനീഷ് പറയുന്നുണ്ട്. ഈ അനീഷ് അതുപോലെ ആണുങ്ങളുടെ കൂട്ടത്തിൽ അപ്പാനി ഇന്ന് നല്ല സ്ട്രോങ് ആയിട്ട്, പിന്നെ അക്ബറിനെയും പറയാതിരിക്കാൻ പറ്റത്തില്ല. അക്ബറിന്റെ അടുത്ത് അത് വേറൊരു സംഭവം കൂടെ അതിനകത്ത് ഈ ഒരു സംസാരത്തിന്റെ ഇടയിൽ വേറൊരു സംഭവം ഉണ്ടായി. ഈ കിച്ചൺ ടീമിനകത്ത് വേറെ ആരും കയറരുതെന്ന് അപ്പാനി ഉൾപ്പെടെയുള്ള കിച്ചൺ ടീമിന്റെ ഒരു തീരുമാനമുണ്ടായിരുന്നു. ആദ്യത്തെ 2 ദിവസം, അതായത് അനുമോളും അപ്പാനിയും നൂറ, ആദില, നെവിൻ കിച്ചൺ ടീമിലേക്ക് വന്ന സമയത്ത് അവരെടുത്ത ഒരു തീരുമാനമാണ് വേറൊരാളും കിച്ചൺ ടീമിൽ കയറരുത് എന്ന്. ഈ ഒരു തീരുമാനത്തിന്റെ പിന്നിൽ അനുമോൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. ഈ പറയുന്ന ജിസേലിന് ഈ കൊടുക്കുന്ന ഒരു ആനുകൂല്യമുണ്ട്. എല്ലാ കിച്ചൺ ടീം വരുമ്പോഴും ഒരു ആനുകൂല്യം ജിസേലിന് കൊടുക്കും. ജിസേലിന് ഇഷ്ടപ്പെട്ടത് അവിടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ജിസേല് മാത്രമാണ് വെജിറ്റേറിയൻ ആയിട്ടുള്ളത്. ജിസേല് മാത്രമല്ല, ഷൈത്തയും വെജിറ്റേറിയൻ ആണ്. പക്ഷെ ജിസേലിന് മാത്രം അവിടെ ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രിവിലേജും ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അനുമോളുടെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന കിച്ചൺ ടീമിലേക്ക് ആരും കയറണ്ട എന്നുള്ള ഒരു തീരുമാനം കൊണ്ടുവന്നത്. പക്ഷേ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ട ഒരു വലിയ അടി ഉണ്ടായിരുന്നു, അനുമോളും ജിസേലും എല്ലാവരും കൂടെ ചേർന്നിട്ട്. അപ്പൊ അതിനകത്ത് അനുമോളായിരുന്നു കുറ്റക്കാരിയായത്. അക്ബറും അപ്പാനിയും ഒക്കെ സംസാരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ അനുമോള് ശരിക്കും പെട്ടുപോയായിരുന്നു. എന്നാൽ ഈ ഒരു സംഭവത്തിന് ശേഷം ക്യാപ്റ്റനായിട്ടുള്ള ആര്യൻ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, ഇനി വേറൊരാളും കിച്ചൺ ടീം അല്ലാതെ വേറൊരാളും ഈ ഒരു കിച്ചണിൽ കയറാൻ പാടില്ല എന്ന്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒരു പണി കിട്ടിയത്, അക്ബറൊക്കെ ഈ ജിസേൽ ഇടയ്ക്ക് പോയി കിച്ചണിൽ നിന്ന് ഈ കോഫിയൊക്കെ ഇടുന്ന സമയത്ത് അക്ബറൊക്കെ പറയും, ഒരു കോഫി എനിക്കിവിടെ തരണേ. അത് അക്ബർ മാത്രമല്ല അപ്പാനിയും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ഇവിടെ മെയ്ഡാണോ എന്ന് ഇന്നത്തെ ഈ വഴക്കിന്റെ ഇടയിൽ ജിസേൽ ഇവരോട് ചോദിച്ചു. എന്ന് വെച്ചാൽ ഞാനൊരു വേലക്കാരിയാണോ, നിങ്ങളുടെയൊക്കെ വേലക്കാരിയാണോ എന്ന്. അതുപോലെ ആദിലയും നൂറയും ഒക്കെ ഫുഡ് ഉണ്ടാക്കാൻ നേരത്തും ഷാരികയും കിച്ചൺ ടീമിനകത്തുള്ളതാണേ. ഷാരിക ഫുഡ് ഉണ്ടാക്കാൻ നേരത്തും ഒക്കെ ഈ ജിസേൽ വന്നിട്ട് അവള് ഹെൽപ്പ് ചെയ്യാമെന്ന് പറയും, ജിസേൽ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയും. അപ്പോഴത്തേക്കും ഇവരൊക്കെ കുഴപ്പമില്ല എന്നാ പിന്നെ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കുളിക്കാനോ മറ്റെന്തെങ്കിലും ഒക്കെ പോകാറുണ്ട്. അപ്പൊ അതുൾപ്പെടെ ജിസേൽ അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് പറഞ്ഞു. ഇത് കേട്ടതോടെ നൂറയാണ് അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആ കാര്യത്തിൽ പൊട്ടിത്തെറിച്ചത്. ഫുഡ് ഉണ്ടാക്കിയതിന്റെ കണക്ക് പറയലേ ജിസേലെ എന്നും പറഞ്ഞിട്ട് നൂറയും പിന്നെ ആദില, അതിന്റെ ഇടയിൽ ഷാരികയും പറഞ്ഞു, ഞങ്ങൾ വിളിച്ചിട്ടാണോ നീ വന്നത്, നീയല്ലേ ചെയ്യാന്ന് പറഞ്ഞ് കടന്നു വന്നത് എന്ന് പറഞ്ഞിട്ട് ഷാരികയും ഇതേ കണക്ക് ജിസേലിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാവർക്കും ഇന്ന് ജിസേലിനെ കുറ്റം പറഞ്ഞിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത്, ഒന്ന് അപ്പാനി, അനുമോൾ ഓൾവേസ് കുറ്റമാണല്ലോ പറയാറ്,
അതുപോലെ തന്നെ ആര്യൻ ഇതിനകത്തൊരു തെറ്റ് ആര്യൻ പറയുന്നുണ്ട്. നെവിൻ ജിസേൽ ചെയ്തത് തെറ്റാണെന്ന് നെവിൻ സമ്മതിക്കുന്നുണ്ട്, പക്ഷെ കുറ്റം പറയുന്നില്ല. സരിക വളരെ സോഫ്റ്റ് ആയിട്ട് സോപ്പ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, ഷുഗർ കോട്ട് ചെയ്തിട്ട് ജിസേലിനോട് ചോദിക്കുന്നുണ്ട്. ബിന്നി, ആദില, നൂറ, ഷാരിക ഇവരൊക്കെ നന്നായിട്ട് പൊട്ടിത്തെറിച്ച് തന്നെ ചോദിക്കുന്നുണ്ട്. അക്ബർ ഒരിത്തിരി മയത്തിൽ ചോദിക്കുന്നുണ്ട്, ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും നന്നായിട്ട് തന്നെ അനീഷും ചോദിക്കുന്നുണ്ട് കേട്ടോ. അനീഷും കാര്യം മനസ്സിലാക്കിയതിന് ശേഷമാണ് അനീഷ് അതിൽ ഇടപെടാൻ തുടങ്ങിയത്. അപ്പോൾ മൊത്തത്തിൽ ഇതിനകത്തൊരു കള്ളിയുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന കോഫി അതുപോലെയുള്ള സാധനങ്ങൾ, അതായത് ജിസേലിന്റെ സെൽഫിഷ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജിസേൽ എല്ലാ കാര്യങ്ങളും ഒളിപ്പിച്ചു വെക്കും എന്നുള്ളത് ആദിലയ്ക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇത്രയ്ക്ക് സെൽഫിഷ് ആകല്ലേ എന്നൊക്കെ ആദില വിളിച്ചു പറയുന്നുണ്ട്. നിന്റെ കാര്യം മാത്രം നടന്നാൽ മതിയാ, നീയാണോ ഇവിടുത്തെ ലേഡി ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കുറേയധികം വാക്കുകൾ ഇതിനകത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വല്ലാത്ത അടിയായിരുന്നു രാവിലത്തത്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുക, കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിനെക്കുറിച്ച് അഭിപ്രായം പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സീരിയൽ ഗ്രാൻഡ്മ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.